കൊല്ലം ഓച്ചിറയിലേക്കൊന്ന് പോകാം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഇന്ന് കാളകെട്ട് മഹോത്സവം നടക്കുകയാണ്. 52 കാളകളിൽ നിന്നായി 200-ൽ പരം ഒരിക്കൽ കൂടി ആ വാർത്തയുടെ അപ്ഡേറ്റ്സ് നോക്കാം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഇന്ന് കാളകെട്ട് മഹോത്സവം. 52 കരകളിൽ നിന്നായി 200-ൽ പരം കാളകൾ ഉത്സവത്തിനായി എത്തുക. ഓണാട്ടുകരക്കാരുടെ 28ാം ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് കാളകെട്ട് നടക്കുന്നത്. വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ്. മനോജ്, ഈ കാളകെട്ട് മഹോത്സവം പോലെയുള്ള ആചാര അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ അത്തരം കലാരൂപങ്ങൾ, അതൊക്കെ ഓച്ചിറ പോലെയുള്ള സ്ഥലങ്ങളുടെ വളരെയധികം സവിശേഷതകളാണ്. എന്തൊക്കെയാണ് ഇന്ന് ഓച്ചിറയിൽ നടക്കാൻ പോകുന്നത്? കരക്കാരൊക്കെ എത്രത്തോളം ആവേശത്തിലാണ് മനോജ്? തീർച്ചയായും ഗൗതം, ഓണാട്ടുകരയിൽ ഇന്നാണ് യഥാർത്ഥ ഓണം വരുന്നത്. അതായത് 28ാം ഓണത്തിനാണ് ഇവിടെ വലിയൊരു ഉത്സവം ഈ കരക്കാരെല്ലാം കൊണ്ടാടുന്നത്. അതുതന്നെയാണ് ഈ കാളകെട്ട് മഹോത്സവം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഞക്കനാൽ പടിഞ്ഞാറക്കരയുടെ 72 അടി ഉയരമുള്ള ഈ വിശ്വപ്രജാപതി കാലഭൈരവൻ എന്നുള്ള ഈ കെട്ടുകാളയുടെ, ഈ നന്ദികേശൻ്റെ അടുത്താണ്. അല്പസമയത്തിനകം തന്നെ ഈ വലിയ കാള ഇവിടെ നിന്നും ചലിച്ചു തുടങ്ങും. കരക്കാരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ കരകളിൽ നിന്നായി, അതായത് 52 കരകളിൽ നിന്നായി 200-ൽ പരം കാളകളാണ് എല്ലാ വർഷവും ഈ ഓച്ചിറ പരബ്രഹ്മമൂർത്തിക്ക് മുന്നിലുള്ള ആ പടനിലത്തിലേക്ക് എത്തുക. എന്തായാലും അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായി. അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്നും ചലിച്ചു തുടങ്ങും. അതിൻ്റെ എല്ലാവിധ തയ്യാറെടുപ്പിലുമാണ് ഇവിടെയുള്ള സംഘാടകരൊക്കെ. എല്ലാ വർഷവും അതുതന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഓണാട്ടുകരയെ സംബന്ധിച്ചിടത്തോളം ഈ കാളകെട്ടിനൊരു ചരിത്രമുണ്ട്. അതായത് കാർഷിക സമൃദ്ധി, അതായത് സമ്പന്നമായിട്ടുള്ള ഈ വിളവെടുപ്പിന് ശേഷം കാളകൾക്ക് നന്ദി അറിയിച്ചുകൊണ്ടുള്ള ഒരു നന്ദി പ്രകടനവും അതോടൊപ്പം തന്നെ ഈശ്വര വിശ്വാസത്തിൻ്റെ ഭാഗവുമാണ് ഈ ഒരു കാളകെട്ടെന്ന് പറയുന്നത്. അതിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതായത് ഒരു ജോഡി കാളകളാണ്. അതിൻ്റെ ശിരസ് പൂജിച്ച ശേഷം ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ശിരസ് മുകളിലേക്ക് കയറ്റിയിട്ടുള്ളത്. അത്രയ്ക്കും ഭംഗിയേറിയ കാളകളെ ഓരോ സ്ഥലങ്ങളിൽ നിന്നും കാളകളെ കെട്ടി പിന്നീട് അവിടേക്ക് എത്തിക്കുന്നതാണ്, ആ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. അത് ഓരോ ദിവസവും ഇങ്ങനെ അതിൻ്റെ ചടങ്ങുകൾ തുടരും. ഈ കരക്കാരെല്ലാം തന്നെ ഒന്നിച്ച് ചേർന്നുകൊണ്ട് വലിയ സന്തോഷത്തോടു കൂടി, വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഈ കാളകളുടെയൊക്കെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. എന്തായാലും ഇവിടെ ഇത് കാണുവാൻ വേണ്ടി നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ ഈ കാള ഇവിടെ നിന്നും സഞ്ചരിച്ചു തുടങ്ങുമ്പോൾ അതിനോടൊത്ത് ക്ഷേത്രത്തിലേക്ക് പോകാനൊക്കെ നിൽക്കുന്നവരാണ്. വർഷങ്ങളായി ഈ കുഞ്ഞു കാളകളെയൊക്കെ കെട്ടി മുന്നിലേക്ക്, അതായത് വീട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന നിരവധി പേരുണ്ട്. എന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് ഇവിടെയുള്ള ഓരോരുത്തരും. അവരൊക്കെ തന്നെ എല്ലാ വിധത്തിലും, അതായത് ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. 28ാം ഈ ഓണദിനം, അത് തന്നെയാണ് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന കാഴ്ച. നോക്കൂ, വളരെ കൊച്ചു കുട്ടികളൊക്കെ അവിടെ വന്ന് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് അടുത്ത തലമുറ ഇതിനെല്ലാം ഏറ്റെടുക്കുകയാണ് കേട്ടോ. പലപ്പോഴും ചിലർ പറയാറുണ്ട് ജെൻസി തലമുറയാണ്, അവരിനി ഉത്സവം നടത്തത്തില്ല, അവരുടെ കാലഘട്ടം വരുമ്പോൾ ഉത്സവങ്ങളൊക്കെ നിന്ന് പോകും. അതൊക്കെ വെറുതെ പറയുന്നതാണ്. നോക്കൂ, കുഞ്ഞു കുട്ടികൾ ആ കാളകെട്ട് കാണാൻ വേണ്ടി എത്രത്തോളം ആവേശത്തോടെയാണ് വന്നു നിൽക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. കൊച്ചുകുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്, അതോടൊപ്പം തന്നെ മുതിർന്നവരും അവർക്കൊപ്പം ഉണ്ട്. എന്തായാലും ചേട്ടാ, എത്ര കാലമായി ഇപ്പോൾ ഈ ഒരു കാളകെട്ടിൻ്റെ ഭാഗമാകാൻ തുടങ്ങിയിട്ട്? ഇത് 10-15 കൊല്ലത്തോളമായി ഞാൻ സ്ഥിരം കാണാൻ തുടങ്ങിയിട്ട്. പിന്നെ ഇത് കാണാൻ തുടങ്ങിയിട്ട്, കാലഭൈരവനെ കാണാൻ തുടങ്ങിയിട്ട് ഒരു 5 കൊല്ലത്തോളം ആയെന്ന് എൻ്റെ ഒരു അറിവ്. പിന്നെ എൻ്റെ ജോലി മാലകെട്ടാണ്. ഞാൻ ഈ മാല തന്നെ ഏകദേശം 20 കിലോയെങ്കിലും പൂവുണ്ടായാലും ഈ ഒരു മാല ചെയ്യാൻ തന്നെ പറ്റത്തുള്ളൂ. ഇപ്പോൾ എന്നെ ഒരു പയ്യനെ എന്നോട് ചോദിച്ചു ഈ മാല കെട്ടുന്നതിനെ കുറിച്ച്. കുട്ടികളെയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട്, അവർക്കൊക്കെ വലിയ സന്തോഷം തന്നെയാണ് ഈ കാളകെട്ട് മഹോത്സവം അല്ലേ? ഒരുപാട് സന്തോഷം. കാള കെട്ടാറുണ്ടോ? ചെറിയ കാള കെട്ടാറുണ്ടോ? കാള കെട്ടാറുണ്ട്, ചെറിയ കാള വീട്ടിൽ കെട്ടാറുണ്ട്. അപ്പോൾ അതുതന്നെയാണ്, കുട്ടികളടക്കം വീട്ടിൽ നിന്നും ചെറിയ കാളകളെയൊക്കെ കെട്ടി ഈ ക്ഷേത്രത്തിന് മുന്നിലേക്ക് എത്തും. എന്തായാലും വലിയ സന്തോഷത്തിലും അതോടൊപ്പം തന്നെ അതിൻ്റേതായിട്ടുള്ള തിരക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും. കാരണം ഇവിടെ ഗതാഗത നിയന്ത്രണമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാളകൾ, അതായത് കൂറ്റൻ കാളയാണ്, ഇതിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകേണ്ട മറ്റ് സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കും, ഒരു ക്രെയിൻ ഉപയോഗിച്ചാണ് ഈ കാളയെ ഇവിടെ നിന്നും കൊണ്ടുപോവുക. ഇതുപോലെ തന്നെ അടുത്ത്, അതായത് 72 അടിയാണെങ്കിൽ അതിന് താഴെയായി ഓണാട്ടുകര കതിരവനുണ്ട്. ഓണാട്ട് കതിരവൻ, അതായത്
അതായത് ഈ രണ്ടാമനാണ് വലിപ്പത്തിൽ. ഇതാണ് വലിപ്പത്തിൽ ഒന്നാമനായിട്ടുള്ള കൂറ്റൻ കാള. എന്തായാലും വലിയ സന്തോഷത്തിൽ ഇവിടെയുള്ള ആളുകളൊക്കെ ചേർന്നുകൊണ്ട് ഈ ഒരു കാളയെ മുന്നിലേക്ക് നയിക്കുകയാണ്. ചേട്ടാ, എത്ര കാലമായി ഇപ്പോൾ ഇതിൻ്റെ ഭാഗമാകാൻ തുടങ്ങിയിട്ട്? 5 കൊല്ലം. 5 കൊല്ലമായി. അപ്പോൾ എല്ലാ വിധത്തിലും വലിയ ആവേശത്തിലും സന്തോഷത്തിലുമൊക്കെയാണ് എല്ലാവരും. എന്തായാലും ഈ കമ്മിറ്റി അംഗങ്ങളൊക്കെ തിരക്കിലാണ്. കാരണം ഈ കാളയെ എത്രയും വേഗം തന്നെ ഇവിടെ നിന്നും മുന്നോട്ട് ചലിപ്പിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളിലൊക്കെയാണ് അവർ. എന്തായാലും കുട്ടികളടക്കം നിരവധി പേർ ഇവിടെ കാത്തു നിൽക്കുകയാണ്. അവരൊക്കെ തന്നെ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. നമുക്ക് ഈ റോഡ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃത്യമായും വാഹനങ്ങളൊക്കെ നിയന്ത്രിച്ച് വേണം അങ്ങോട്ടേക്ക് കൊണ്ടുപോകുവാൻ. അതായത് ഇവിടെ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു സമയമാകുമെന്നുള്ളതാണ് ഇവിടെയുള്ള ഓരോരുത്തരും പറയുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കിൽ തന്നെയാണ് എല്ലാവരും. ഈ റോഡ് നമുക്ക് കൃത്യമായും കാണാൻ സാധിക്കും. അതായത് ഒരു ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കാളയെ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നത്. എന്തായാലും ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഈ ഒരു കാളകെട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമാകാൻ വേണ്ടി ഇവിടെ എത്തിയതാണ്? എങ്ങനെയുണ്ട്? ഇവിടെ ആദ്യമായിട്ടാണോ അതോ എല്ലാ തവണയും ഇവിടെ തന്നെയാണോ? എല്ലാ തവണ ഇവിടെ തന്നെ. ഇത്തവണ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടോ ഇവിടുന്ന്? ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇത് ഇത്രയും വലിയ കാള അവർക്ക് കഴിഞ്ഞ വർഷം ഉണ്ടായ ഒരു ബുദ്ധിമുട്ട് കാരണം ഈ വർഷം കാണത്തില്ല എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു. ഇത് ഏതാണ്ട് 10-12 ദിവസം കൊണ്ടാണ് ഇതിനെ കെട്ടിയൊരുക്കി എടുത്തത്. എല്ലാവരും പ്രാർത്ഥനയിൽ തന്നെയാണ്? എല്ലാവരും ഒരേ പ്രാർത്ഥനയിൽ തന്നെ. തീർച്ചയായും അത് തന്നെയാണ് അല്ലേ ഏട്ടാ? എന്തായാലും ഈ ഒരു കാള കെട്ട് മഹോത്സവം അതിൽ ഒരുപാട് പ്രയത്നമുണ്ട് ഒരുപാട് പേരുടെ അല്ലേ? അതെ, എല്ലാവരുടെ ഒരുപാട് പ്രയത്നമാണ്. നീണ്ട ഒരു മാസക്കാലമായിട്ട് ജോലിക്ക് പോലും പോകാതെ എല്ലാവരും ഇതിനു വേണ്ടി തന്നെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നാടിൻ്റെ ഒരു ഉത്സവം. അതെ, ഓച്ചിറ നാടിൻ്റെ ഏറ്റവും വലിയൊരു ഉത്സവമാണിത്. ഓണാട്ടുകരക്കാരുടെ യഥാർത്ഥ ഓണം ഇന്നാണ്. അത് തന്നെയാണ് എല്ലാവരും ആ ഒരു ആവേശത്തിൽ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചിരുന്നു ഈ കരക്കാരുടെ ഒരു പ്രയത്നം. അതായത് ഇത്രയും വലിയൊരു കാളയെ നിർമ്മിക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ദിവസങ്ങളായി, കുറച്ച് ദിവസം മാത്രമാണ് ഇവർക്ക് മുന്നിലുള്ളത്. അത്രയും ദിവസം കൊണ്ട് ഇവർ ഈ ഒരു വലിയ കാളയെ ഇവിടെ നിർമ്മിച്ചു. അതിൻ്റെ ശിരസ്സൊക്കെ നമുക്ക് കണ്ടാലറിയാം. ആ നന്ദികേശന്മാർ അതുതന്നെയാണ്. ആ നന്ദികേശനെ അവിടേക്ക് ആനയിക്കുന്നതിൽ വലിയ സന്തോഷമാണ് ഓരോ കരക്കാർക്കുമുള്ളത്. യഥാർത്ഥത്തിൽ ഇതിനു പിന്നിലുള്ള ഐതിഹ്യം അറിയുവാനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമാകുവാനും ഒക്കെ പുറത്തുനിന്നും ഒരുപാട് പേർ ഇവിടേക്ക് എത്തുമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ തന്നെ ഇവിടെ തിരക്ക് അനുഭവപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ഭാഗത്തേക്ക് വലിയ തിരക്ക് അനുഭവപ്പെടും. ഈ ഓച്ചിറ ഉത്സവവുമായി ബന്ധപ്പെട്ട് 10,000-ങ്ങൾ അങ്ങനെ ഒഴുകിയെത്തും. പിന്നീട് അത് ലക്ഷക്കണക്കിന് പേരിലേക്ക് മാറുമെന്നുള്ളതൊക്കെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഘാടകരൊക്കെ തിരക്കിലാണ്. അവരൊക്കെ ഇപ്പോൾ ഈ നന്ദികേശന് മാല അണിയിക്കുകയാണ്. അതായത് ആദ്യം ഒരു മാല അണിയിച്ചു, അടുത്ത മാല അല്പസമയത്തിനകം തന്നെ അണിയിച്ചുകൊണ്ട് ഈ ക്രെയിനിൽ ഇത് ബന്ധിപ്പിച്ചുകൊണ്ട് ഇവിടെ നിന്നും ചലിപ്പിച്ചു തുടങ്ങും. എന്തായാലും അതിനോടൊത്ത് ആവേശത്തോടുകൂടി ഓരോരുത്തരും ഈ ഒരു നന്ദികേശനോടൊപ്പം അണിനിരക്കുമെന്നുള്ളതാണ്. ഇങ്ങനെ 200-ൽ പരം കാളകൾ ഈ പടനിലത്തിലേക്ക് എത്തുമ്പോൾ അത് വലിയൊരു കാഴ്ച തന്നെയാണ്. കാരണം ഓച്ചിറയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഈ ഒരു ഉത്സവം കൊണ്ടാടുമ്പോൾ നിരവധി ജനങ്ങൾ ഇത് കാണുവാനായി, അതായത് ഈ കാളച്ചന്തം കാണുവാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതിനൊരു പ്രത്യേക ഭംഗിയാണ്. കാരണം ഓച്ചിറയെ സംബന്ധിച്ചിടത്തോളം എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ ഓരോ കാളകളായി ഉയരുമ്പോൾ അത് കാണാനെത്തുന്ന നിരവധി പേരുണ്ട്. അവരൊക്കെ തന്നെ ഈ കാളകളുടെ ഭംഗി ആസ്വദിക്കും. അതായത് നമുക്കിതിനു മുന്നിൽ തന്നെ ഒരു കുഞ്ഞ് നന്ദികേശന്മാരെ കാണാം. അതായത് ഒരു ജോഡി നന്ദികേശൻ. അത് ഈ ഒരു വലിയ നന്ദികേശന് താഴെയായാണ് ഇവർ ആദ്യം നിർമ്മിക്കുന്നത്. അതൊക്കെ തന്നെ നമുക്ക് അതിൽ കാണാൻ സാധിക്കും. നെറ്റിപ്പട്ടവും അതോടൊപ്പം തന്നെ മറ്റ് അലങ്കൃത വസ്തുക്കളുമൊക്കെ കൊണ്ട് ഈ വെള്ളയും ചുവപ്പും നിറത്തിലുള്ള നന്ദികേശന്മാർ അവരുടെ ശിരസ് കൃത്യമായും വർണ്ണാഭമായി അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. എന്തായാലും ഇനി നടക്കുന്ന ഈ ഒരു ഉത്സവം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ആവേശകരമാണ്. എല്ലാവരും ഈ നാടിൻ്റെ ഓരോരുത്തരും ഇതിൻ്റെ ഭാഗമാകുകയാണ്. ചേട്ടാ, എല്ലാ വർഷവും ഈ ഒരു ഉത്സവത്തിൻ്റെ ഭാഗമാകുമല്ലേ? മതസൗഹാർദ്ദത്തിൻ്റെ പേര് കേട്ടുന്നതാണ് ഓച്ചിറ. ചരിത്ര പ്രസിദ്ധമായ ഓച്ചിറയിൽ മതസൗഹാർദ്ദത്തിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് 28 ഓണം. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് വെള്ളിയാഴ്ചയാണ്. പള്ളികളിലെല്ലാം നേരത്തെ നിസ്കാരങ്ങൾ നടത്തി മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് ഓച്ചിറയുടെ പ്രത്യേകത. ഒരു നാടിൻ്റെ ഉത്സവമാണ്. അതെ, ദേശീയ ഉത്സവമാണ്. ഒരു നാടല്ല, ഒരു ദേശീയ ഉത്സവമാണ്. എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരും. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരും. അവരെയൊക്കെ നമ്മൾ വരവേൽക്കുകയാണ്. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പം ഈ 200-ൽ പരം കാളകൾ ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ എത്തുകയാണ്. അപ്പോൾ ഓരോ കരക്കാർക്കും അവരൊരു മത്സര ബുദ്ധിയോട് കൊടുത്തു. അതെ, എല്ലാ മത്സരമാണല്ലോ, എല്ലാ മത്സരമാണ്. ചരിത്ര പ്രസിദ്ധമല്ലേ ഓച്ചിറ? ചരിത്ര പ്രസിദ്ധമായ ഓച്ചിറ
മതസൗഹാർദ്ദത്തിൻ്റെ പേര് കേട്ട ഈറ്റല്ലമാണ്. തീർച്ചയായും അത് തന്നെയാണ്. ഓരോരുത്തരും അങ്ങനെ സ്വീകരിക്കുകയാണ്. ഓരോ കാളകളും ഇവിടേക്ക് എത്തുമ്പോൾ അതിനെയൊക്കെ ആനയിച്ചുകൊണ്ട് ആ ഓച്ചിറ പരബ്രഹ്മമൂർത്തിക്ക് മുന്നിലെ പടനിലത്തിലേക്ക് ഓരോരുത്തരും അങ്ങനെ അണിനിരക്കും. എന്തായാലും കുട്ടികളടക്കം ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട്. പുതിയ തലമുറയുണ്ട്. എന്തായാലും നിങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ കൊല്ലം. അപ്പം ഈ ഉത്സവത്തിന്റെ ഭാഗമാവാൻ വേണ്ടി വന്നതാണ്. ആണാണ്. കഴിഞ്ഞ വർഷം വന്നിട്ടുണ്ടായിരുന്നു? ഇല്ലില്ല, ആദ്യമായിട്ട് വന്നപ്പോൾ എന്ത് തോന്നി കണ്ടപ്പോൾ? കൊള്ളാം, നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഉത്സവം? കൊള്ളാം. അപ്പോൾ എല്ലാവരും അങ്ങനെ ഇത് കാണാൻ വേണ്ടി ഇവിടെ എത്തിയവരൊക്കെയാണ്. എന്തായാലും വലിയ സന്തോഷം തന്നെയാണ് എല്ലാവരുടെയും മുഖത്തുള്ളത്. കഴിഞ്ഞ വർഷം ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. കാലഭൈരവനുമായി പോകുന്ന സമയത്ത് ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. എന്നാൽ ഇത്തവണ അങ്ങനെയൊന്നും ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനയിൽ തന്നെയാണ് ഓരോരുത്തരും. എല്ലാവരും ആ ഒരു കാളകെട്ടിൻ്റെ ഭാഗമാകുവാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വേഷമൊക്കെ കണ്ടിട്ട് എന്തായിരുന്നു ഇവിടെ? सर प्लीज़ टॉक टू मी हिंदी और मराठी. എന്തായാലും ഈ റോഡിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു JCB ഉണ്ട്, മറ്റൊരു ക്രെയിനുണ്ട്, വീണ്ടും വലിയൊരു ക്രെയിനുണ്ട്. അങ്ങനെ ഈ വാഹനങ്ങളെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഈ വലിയ ഒരു കാളയെ, അതായത് കൂറ്റൻ കാളയാണ്. അപ്പോൾ ഈ കാലഭൈരവനെ ഇവിടെ നിന്നും കൊണ്ടുപോകണമെങ്കിൽ ഇത്രയും സംവിധാനങ്ങൾ ഒരുക്കണമെന്നുള്ളതാണ്. എന്തായാലും ഓണാട്ടുകരക്കാർ ആകെ തന്നെ ഉത്സവ ലഹരിയിലാണ്. അവരൊക്കെ തന്നെ ഈ നന്ദികേശൻ്റെ, അതായത് ഈ കാലഭൈരവൻ്റെ ചലനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആദ്യ ചലനം ഇവിടെ നിന്നും ആരംഭിക്കുമ്പോൾ അവരോരോരുത്തരും ആവേശത്തോടു കൂടി അങ്ങനെ ഈ ഉത്സവത്തിൻ്റെ ആ ലഹരിയിൽ ആറാടുമെന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ അടുത്ത മാലയും അണിയിച്ചു കഴിഞ്ഞു. ഈ മാല അണിയിക്കുന്നതോടുകൂടി അടുത്തിനി ഇത് മുന്നിലേക്ക് ചലിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ്. കാളയെ എടുത്തുകൊണ്ട് ആ ഘോഷയാത്ര ആരംഭിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് വളരെ വിശദമായി ഇതിലേക്ക് എത്താം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ ഇന്നിപ്പോൾ കാളകെട്ട് മഹോത്സവം നടക്കുകയാണ്. ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 52 കരകളിൽ നിന്നാണ് ഈ കാളകൾ എത്താൻ പോകുന്നത്. രാവിലെ തന്നെ ഓച്ചിറയിൽ നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് മനോജാണ്. ഈ കാളകെട്ട് ഘോഷയാത്ര വിവിധ കരകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ നമുക്ക് വീണ്ടും മനോജിലേക്ക് എത്താം.